ഹായ് ഹലോ. അതെ, നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇറങ്ങിയെന്ന് പറയുമ്പോൾ അത് സത്യമാണ് സ്വയം സമ്മതിക്കുന്ന ഒരു മാതാവേ, എൻ്റെ മാതാവേ, ഇതൊന്നും കേട്ടോണ്ടിരിക്കാൻ വയ്യ. വല്ലാത്തൊരു സംഭവം തന്നെ എൻ്റെ മാതാവേ. അതൊക്കെ വരടാ. ഞാൻ ഫോൺ വിളിക്കട്ടെ. ഓക്കെ, ജസ്റ്റ് ഗൈസ്, ഇതാരാ അറിയോ? ഞാനാ? ആരാ? ഞാനാ? അങ്ങനല്ല, ക്യാഷിലാ ചോദിക്കുക. ശരിക്കും ആരാ? ഞാൻ. എന്താണ് പണി? എനിക്കങ്ങനെ പണിയൊന്നുമില്ല. അല്ല ഒരു അല്ല എന്താണ് തൊഴിലെന്താ? പറ്റിച്ച് ജീവിക്കാം. അല്ല, ഹണി ട്രേപ്പുകാരി. ആരാണ്? ജസ്ന സലീമാണ് ഹണി ട്രേപ്പുകാരി. ആ പറഞ്ഞപ്പോൾ എന്താ കാണാത്ത രണ്ടാളെ? ആ പറഞ്ഞപ്പോൾ എല്ലാവരും വിശ്വസിച്ച്. ഞാൻ ഇന്നലെ സത്യം പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാൻ ആരുമില്ല, അവൻ്റെ തള്ളയല്ലാതെ. ആണോ? സത്യം. അപ്പോൾ ഞാൻ ഇതിനിപ്പം ഇപ്പോഴും ഞാൻ പറഞ്ഞുതരാം, ഈ വീഡിയോ ഒരിക്കലും യൂട്യൂബിൽ നിന്നോ എഴുതുന്നു പോക്കരുത്. കാരണം നാളെ ഈ കളിക്കുന്ന ചേച്ചിമാരെന്താക്കും, കട്ട് ചെയ്തിരുന്നതിനെ കൊണ്ടാണ് ഇതൊരിക്കലും പോക്കരുത് ഞാൻ പറയുന്നത്. ഇവള് ജസ്ന സലീം, പുളിയേരിക്കുന്നത്ത് ഹൗസ്, കുറുവങ്ങാട് PO സലീമിന്റെ ഭാര്യ എന്ന് പറയുന്ന ഈ ഒരു ജസ്ന KP ഹണി ട്രിപ്പ് കാര്യമാണ്. 18 ആദ്യം പറഞ്ഞത്, ഇപ്പോ അല്ല 19 പറഞ്ഞത് നമ്മുടെ അമ്മച്ചി. അപ്പൊ ഇത് സത്യാട്ടോ, ഇത് സത്യാണ്, ഇത് സത്യമാണ്. ഇവിടെ വെറും ഹണി ട്രാപ്പുകാർ എല്ലാവരെയും പൈസയ്ക്ക് വേണ്ടി പറയാതാക്കുക. ഇത് പറയാൻ കാരണം വെച്ചാൽ ഇത് മാത്രം കട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ വീഡിയോ ഒഴിവാക്കരുത്, ഡിലീറ്റ് ആക്കി പോകരുത്, ഒരിക്കലും പോകരുതെന്ന്. അപ്പൊ ഇവള് ഹണി ട്രാപ്പുകാരിയാന്ന് പറഞ്ഞ് വീഡിയോ നിരന്തരം എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് ഞാൻ മറ്റേ ശിവനും പാർവതി ആ ഒരു സമയത്ത് എനിക്ക് ആ ഒരു സമയത്ത് മറ്റേ തൂറ്റില് കിട്ടിയ പൂച്ചേനെ നായിനെ കണ്ടിക്കോ, ഇവർ എവിടെ കുത്തിനാലും തൂറിലായിരിക്കും. ഇപ്പോ കൊലായിലാണ് ഇരിക്കുന്നെങ്കിൽ കൊലായിൽ തൂറുക, അകത്ത് വന്നു കഴിഞ്ഞാല് അകത്ത് തൂറുക, അടുക്കള ഭാഗത്ത് തൂറുക. ഈ അല്ല സത്യാണ്, തൂറ്റിലിട്ട നായി, തൂറ്റിലിട്ട ഈ പൂച്ച, ഇവരൊക്കെ എവിടെ കുത്തിനാലും അവർക്ക് അപ്പം തൂറാൻ മുട്ടിപ്പോവും. അതേമാതിരി അമ്മച്ചി മച്ചി അങ്ങനെ പറഞ്ഞില്ല കേട്ടോ. മച്ചി എന്തായാലും കാമുകയാണെങ്കിൽ എനിക്ക് അവളോട് ഒത്തിരി ഇഷ്ടമുള്ളതും കൂടെ അങ്ങനെ പറഞ്ഞില്ല. അല്ല, പിന്നെ നമ്മളെ തെരുത്താത്താന്ന് ഞങ്ങളെ ഭാഷ പറയും, എന്റെ ഭാഷയില് പൊട്ടിയോ അടച്ചോ ശരിയല്ലേ? അപ്പോ എന്റെ ഭാഷയില് വെടിപ്പുര ബീവി കണ്ട് ദുബായിൽ വെച്ചിട്ട് ഏതോ ഒരു ചെങ്ങായനെ വീട്ടിൽ കയറ്റിയിട്ട് സ്വന്തം ഭർത്താവ് കാലടിച്ച് പൊട്ടിച്ചതാണ് ഇപ്പോൾ ഹാൻഡിക്യാപ്ഡായി നയിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിന് മകൻ്റെ ഒരു വീഡിയോ, അതായത് തെറിത്താത്ത വെടിപ്പുര ബീവിൻ്റെ മകൻ്റെ ഒരു വീഡിയോ എൻ്റെ അടുത്ത് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഇവൾ അണിട്രാപ്പുകാരിയാന്ന് പറഞ്ഞ് ഓരോരുത്തർ വീഡിയോ ഇട്ടപ്പോൾ ഇവള് വിമർശിക്കാൻ നിന്നു, ഞാനത് ചെയ്തിക്കില്ലാന്ന്. അപ്പം ഞാനും പറഞ്ഞു, മോളെ ഒരു കണക്കിനും വിടരുത്, കാരണം നമ്മൾ പ്രതികരിക്കാൻ നിന്നിക്കില്ലെങ്കിൽ നമ്മളെ തെറ്റ് ചെയ്തിരിക്കുന്നത് മനസ്സിലാവും. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഞങ്ങൾ രണ്ടാൾക്കും ഒരു ദൈവത്തിനെ പോലെ ദൈവതുല്യമായിട്ട് ഒരാളെ കണ്ട് മൂപ്പര് പറഞ്ഞൊരു ഡയലോഗ്, പല നായ്ക്കളും കുരയ്ക്കും കടിക്കൂല. പറഞ്ഞ ആളെ പറ്റി പറയുന്നത് എന്താണെന്നറിയോ? BJP അല്ല, പാർട്ടി ഒന്നും പറയണ്ട, അതെന്തായിക്കോട്ടെ. അപ്പൊ ഈ പല നായ്ക്കളും കുരയ്ക്കും കടിക്കൂല, പക്ഷെ ഈ കുരയ്ക്കുന്ന നായി കടിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ജെസിമോള് ഞാൻ ഇപ്പോൾ ഓളെ ഞാൻ പറയുന്നില്ല, ഇനിയിപ്പോൾ നാളെ പറയാം ആരോട് ഓളെ നായിന്ന് വിളിച്ചത്. ഞാൻ കുരയ്ക്കൂ, ചിലപ്പോൾ കടിക്കൂല. ഇവള് വരും ചേറ്റ് കടിക്കടാ. അപ്പം എന്താക്കും? ഓട്ടോമാറ്റിക് ഏതൊരു നായും കടിക്കും. അതായത് ഇവളും അമ്മച്ചിയൊക്കെ ആയിട്ടുള്ളൊരു സംഭവം. അമ്മച്ചി ഓരോ വീഡിയോ ഇടും, ആകെ 100 ആളിങ്ങനെ കണ്ടുത്തിരിക്കും, എന്താ സംഭവം. അപ്പോൾ ഇവൾ അടുത്ത മൈക്ക് ഞാൻ അങ്ങനെ ചെയ്തിക്കില്ല, അവളോട് തെളിയിക്കാൻ പറ. അവളോട് തെളിവില്ല, അവളോട് തെളിയിക്കില്ല. അപ്പം ഇവളെ വീഡിയോ 400 ആൾ കാണും. അപ്പോൾ എന്തായി? ഈ 400 ആ 100 500ആയി. അപ്പൊ എന്തായി? ഇവളെന്താ പറഞ്ഞതെന്നുള്ളത് ഈ 400 ആൾക്കാർ ഓളെ എടുത്ത് നോക്കും. ആ പോക്ക് റീച്ചിട്ടു. എന്തിനാ ഇത് ചത്ത കോയിന്റെ കുണ്ടി മണിപ്പിക്കാൻ പോകുന്നത്? വാക്കുകൾ അല്ല പറയണം. ഇതിന്റെ മുകളിൽ ഇന്നെ ആര് വിമർശിക്കാൻ വന്നാലും ആരെന്താക്കി തന്നാലും ഞാനൊരു കാര്യം ഈ നമ്മളെ ഇനിയിപ്പൊ നമ്മൾ യൂട്യൂബിൽ ഇല്ലാത്ത ആൾക്കാരോട് പറയാം, ഈ യൂട്യൂബ് എന്ന് പറഞ്ഞാല് നമുക്ക് വെറുതെ ആ അമേരിക്കക്കാർ പൈസ തരുന്നതല്ല, ഈ US പറഞ്ഞാൽ അമേരിക്ക. അപ്പോൾ ഇവർ പൈസ തരുന്നതെന്ന് പറഞ്ഞാൽ ഇവരെ യൂട്യൂബ് ചാനലിൽ കൂടിയുള്ള
നമ്മളെ കണ്ടന്റും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഞാൻ നാളെ ഒരു യൂട്യൂബ് തുടങ്ങി ഞാനും ജസ്മോളും തമ്മിൽ ഒരു ബന്ധമില്ല. എനിക്കറിയാത്ത ഏതോ ഒരു ജസ്ന സലീം അല്ലെങ്കിൽ ഒരു കണ്ണനെ വരയ്ക്കുന്ന ഒരു പെണ്ണ്. അപ്പോൾ എൻ്റെ ടാർഗറ്റ് എന്താ? അത്യാവശ്യം റീച്ച്, അത്യാവശ്യം പോപ്പുലർ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോളോവേഴ്സ്, കുറച്ച് പണം, അങ്ങനെയുള്ള ഇവളാ ഞാൻ ടാർഗറ്റ് ചെയ്ത് കണ്ടന്റ് ആക്കി കഴിഞ്ഞാൽ എനിക്ക് ഫോളോവേഴ്സ് കൂടും, എനിക്ക് പൈസ കിട്ടും. യൂട്യൂബ് എന്ന് പറഞ്ഞ കണ്ടന്റ്, കണ്ടവനെ പറ്റി പലതും പറയാ, എന്തും പറയാം. അതാണ് കണ്ടന്റ് എന്ന് പറയുന്നത്, കണ്ടവനെ പറയാ എന്നുള്ളതാണ്. അപ്പോൾ ഞാനത് കുറച്ച് ദിവസമായിട്ട് പറഞ്ഞു വിചാരിച്ചാൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ അറിയാലോ, ഒരുപാട് തിരക്കിലായിപ്പോയി. ഒന്ന് കൂടലിനടുത്ത് അനങ്ങാൻ സമയം കിട്ടിയില്ല. പക്ഷെ ഞങ്ങളുടെ വെല്ലുവിളി എന്തായിരുന്നു എന്നറിയോ? ഈ കൂടലിന്റെ തലേ ദിവസം ട്രാവലർ ഇറക്കിക്കൊണ്ടായിരുന്നു. ആ ട്രാവലർ ഇറക്കാനിട്ടല്ല, നോക്കാൻ കുറെ നോക്കി, പക്ഷെ സെറ്റ് ആയിട്ടുള്ള ഈ ആഴ്ചയിലെങ്കിലും. പക്ഷെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം, ഇതിപ്പോ ജൂലൈ ആഗസ്റ്റിനുള്ളിൽ എന്തായാലും ഇവിടുന്ന് ഇല്ലെങ്കിൽ റീവണ്ടി. കാരണം റീവണ്ടി എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു 15-20 ലക്ഷം റുപ്യ എടുത്ത് വണ്ടിക്ക് കൊടുക്കണം, മോഡലും കുറയും. റീവണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരുവിധം വണ്ടി, നല്ല വണ്ടി നമുക്ക് കുറഞ്ഞ പൈസക്ക് കിട്ടിയിട്ട് പണിയെടുപ്പിക്കാനുള്ള രീതിയിലാണ്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ അങ്ങ് നീണ്ടു. അപ്പോൾ ഈ കാണുന്ന വിവരമില്ലാത്ത ആൾക്കാർക്ക് ഒരു കുഴപ്പമുണ്ടല്ല. ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കൂടപ്പുറപ്പുകളുണ്ട്. ഓര് പറയും, ഇവൻ പറഞ്ഞു വന്നതല്ലല്ലോ, ഇവൻ എങ്ങോട്ട് പോയി, അയ്യോ ഇവന് തല പോയി. അപ്പോൾ ചില നായ്ക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ചലിക്കുന്നില്ല. എനിക്ക് വേണ്ട കുറച്ച് കൂടപ്പുറപ്പുകൾ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കി, ട്രാവലർ വിട്ടേച്ച്. അത് എനിക്ക് പിന്നും ചെയ്യാം, പിന്നും ചെയ്യാം. എനിക്ക് ട്രാവലറിന്റെ വീഡിയോ വേണേൽ നാളെയോ മറ്റന്നാളോ ഒന്ന് രാത്രിയോ ചെയ്യാം, അതല്ല വിഷയം. അതുകൊണ്ട് ഇനി പറയാൻ വന്ന കാര്യം എന്താ വെച്ചാൽ, തെരുത്താത്തന്റെ മോന്റെ ഒരു വീഡിയോ എനിക്ക് കിട്ടി. വീഡിയോ എടി തേവിടിച്ച് മോളെ, എന്റെ മോന്റെ വീഡിയോ എനിക്ക് ഇതിന്റെ അകത്ത് കാണിക്കാൻ ഒരു എളുപ്പമില്ല. ഞാനിട്ട് കേറുകയില്ല. കാരണം ഞാനിപ്പോ ഏകദേശം കാണിക്കുകയാണെങ്കിൽ തന്നെ പച്ചയ്ക്ക് പറയാലോ, ഓന്റെ കയത്തിന് തായോട്ടു ഓളെ മറ്റേതേ ഞാൻ കാണിക്കുള്ളൂ. ഞാൻ കുറവായില്ലെങ്കിൽ ഒരു തേങ്ങയല്ല. പിന്നൊരു കാര്യം, ഫോൺ അടച്ച്, പിന്നൊരു കാര്യം എന്തായാലും ഉള്ളതാണെന്ന് മോള് വിശ്വസിക്കല്ലോ. അപ്പൊ സ്വന്തം മോന് ഗർഭമുള്ളത് വിശ്വസിക്കുന്നതല്ല, മറ്റുള്ളവർ. ഞാൻ ഇപ്പോഴും പറയാ, ഞാൻ അനക്ക് കാണിച്ചെന്നില്ലല്ലോ. എന്റെ തന്തേനെയും പിടിച്ച് കത്തിയല്ല, അത് ഉള്ളതാ. ഞാൻ വെറുമാക്കോ അല്ലെങ്കിൽ കണ്ടന്റിന് വേണ്ടിട്ടോ കള്ളത്തരം പറഞ്ഞല്ല. ഞാൻ ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ കാണിച്ചു തരൂ. പക്ഷെ കാണിക്കാത്ത ഒരൊറ്റ കാരണം എന്താ അറിയോ, എനിക്ക് പറ്റിയ കുറച്ച് കൂടപ്പിറപ്പുകൾ ഇനിയിപ്പോൾ ലൈവിലാണെങ്കിലും അല്ലെങ്കിലും എൻ്റെ ഈ വീഡിയോയിൽ വന്ന് കമൻറ്റ് ഇടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ മേ ബി ഇപ്പോൾ കമ്പനി ആണെങ്കിൽ പോലും ചിലപ്പോൾ ചിലവർ മൈരാന്നും അതൊക്കെ വിളിച്ച് കഴിഞ്ഞിട്ട് ഓരും പിറ്റേന്ന് വാട്സപ്പ് മെസ്സേജ് ഇങ്ങനൊരു പാവാന്ന് തോന്നി. ഞാൻ അപ്പത്തെ ഒരു ചൂടിലോ അല്ലെങ്കിൽ തരിപ്പും പുറത്ത് പറഞ്ഞാൽ പല ആൾക്കാരും വിളിച്ചതും മെസ്സേജ് അയച്ചത് ഇതിലുണ്ട്. അതൊന്നും ഞാൻ പറഞ്ഞില്ല. അല്ല, ഇത് ഇപ്പൊ നീട്ടി കൊണ്ടുപോകാനുള്ള കാരണം എന്താ വെച്ചാല് ഞാനിത് ഇല്ലാത്തതല്ല പറഞ്ഞത്, ഉള്ളതാണ്. എന്റെ അച്ഛനമ്മയും. അപ്പോ ഈ അമ്മച്ചി ഈ ഒരു സംഭവത്തില് അമ്മച്ചിക്ക് ധിക്കരിക്കാനില്ല. അതല്ല, അതെന്താ സംഭവം എന്നറിയോ? ഈ തള്ള എല്ലാ കാര്യങ്ങളും ധിക്കരിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. എന്നാ പിന്നെ അങ്ങനെ ഇനി പണി ട്രപ്പുകാരാണ് എന്ന് പറയുമ്പോ ഇങ്ങാണോ? അല്ല, ഞാൻ നിരന്തരം എന്നോടാണെന്ന് പറഞ്ഞാല് ഞാൻ ചെറുതായിട്ട് പറ്റിപ്പോയതാ. അങ്ങനെ പറയുന്ന ഗായ്സ്, ഇഞ്ചോ മോൾ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തോ കുഴപ്പോ? പോലൂരുള്ള മജീദ് എന്ന് പറഞ്ഞ കൂടെ പോയുള്ള മജീദ് പറയാം, നിങ്ങളെ മോള് മറ്റേ ഓളങ്ങനെ ഒന്നല്ല, സോഫിയോട് പറയാം, നിങ്ങളെ മോള് അണിട്രപ്പുകാരാണോ? ചെറുതായിട്ട് ഓൾ അങ്ങനെ പറ്റിക്കുന്നു. അതേമാതിരിയാ എന്റെ മോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ കാര്യല്ലേ? എതിർക്കാത്ത എന്തുകൊണ്ടാ? ഞാൻ പുറത്തു വിടുന്നോണ്ട് മാത്രല്ല, അത് ഇന്ന് എന്റെ രഹസ്യങ്ങള്, ഇന്റെ രഹസ്യങ്ങള്, ഇപ്പൊ അമ്മച്ചിന്റെ രഹസ്യങ്ങള്, ഈ തേവിടിച്ചിന്റെ രഹസ്യങ്ങള്, ഏത് തെരുത്താത്തന്റെ വിഷയോ ഈ മച്ചീന്റെ വിഷയോ എല്ലാം അറിയുന്ന ആൾക്കാർ ഓരോരുത്തരുടെ നാട്ടിലുണ്ടാവും. ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം, ഞാൻ നിൽക്കുന്ന സ്ഥലം, അമ്മച്ചി നിൽക്കുന്ന സ്ഥലം, തെരുത്താത്ത നിൽക്കുന്ന സ്ഥലം, എല്ലാ ഏരിയയിലും അവരെ കണ്ടുകൂടാത്ത ആൾക്കാരുണ്ടാവും. അവരെടുത്ത് ഇവരെ എവിഡൻസുകൾ ഉണ്ടാവും, ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും.
കൊയിലാണ്ടി നിൽക്കുന്ന ഞങ്ങൾക്ക് അമ്മച്ചി പണ്ട് കല്യാണപ്പോലെ പോയപ്പോ ചെറിയ മോളെ മാല പൊട്ടിച്ച കഥ ഇവിടെ നിൽക്കുന്ന ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ അതാലോചിച്ചാൽ കെട്ടിവിട്ട് അത് ചെറിയ കുഞ്ഞു പൈതലിന്റെ മാല ഒരു കല്യാണപ്പോലെന്ന് പൊട്ടിക്കണമെങ്കിൽ എമ്മാരി തന്തയ്ക്ക് പുറക്കാത്തോളായിക്കോ. ഇവിടെ മാല വരെ മാറ്റി. അല്ല കാര്യം അല്ല തമാശല്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. കല്യാണപ്പുര എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം ഒരാൾക്കാർ കൂടുന്ന ഒരു ഏരിയ ആണ്. ആൾക്കാർ കൂടുന്ന ഏരിയ എന്നാൽ ആൾക്കാർ ഏറ്റവും കൂടുതലുണ്ടാവും. ആ ഒരു ഏരിയ കൂടി കുഞ്ഞുമാവേജ് പറഞ്ഞിട്ട് മാല ഒരുക്കൊണ്ടോന്നെ മറ്റോള് മറ്റൊരു വീഡിയോ കണ്ടിക്കേ. ഇത് ഫില്ലറാണ്, ഒരു മതില് ഫില്ലർ. ഞാൻ കാണിച്ചു അഭിനയിച്ചാ മതി. അങ്ങനല്ല, ഇങ്ങനെ ഫില്ലർ ഇപ്പുറത്ത് ഇത് മതില ഇങ്ങനെ പിടിച്ച മതിലങ്ങ് വിട്ടു. പിന്നെ മതിലടെ മതില്. അപ്പൊ അതിനൊന്നും ഞാൻ കളിയാക്കുന്നില്ല. അത് മനസ്സിലായി. അതൊന്നും ഞാൻ കളിയാക്കുന്നില്ല. അത് ഓരോരുത്തരെ എന്താ പറയാ വീഡിയോ ഇടുന്നതും റീൽസ് ഇടുന്നതും ഓരോരുത്തരുടെ പ്രൈവസിയാണ്, ഓരോരുത്തരുടെ ആഗ്രഹമാണ്. അതിപ്പോൾ അമ്മച്ചിനോട് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അമ്മച്ചിക്ക് ചിലപ്പോൾ ആളില്ലായിട്ടായിരിക്കും. അമ്മച്ചിനോട് ഞാൻ സിമ്പതി ആയിട്ട് തന്നെ പറയാൻ വെച്ചോ. അമ്മച്ചിക്ക് ചിലപ്പോൾ ആളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പറയാൻ തരുമോ? എൻ്റെ സംശയമാണോന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് സംശയരോഗിയാണ്, അതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല. ഒന്നുകൂടി ഞാൻ പറഞ്ഞു. ഒരു മിനിറ്റ്. തള്ളച്ചി ഈ ത്രീ വീലർ ഓടിച്ച് തള്ളച്ചിക്ക് ബസ് കയറാൻ ഒരു ആഗ്രഹം ഉണ്ടോ എന്നൊരു സംശയം. പിന്നെ എൻ്റെ വീട്ടിൽ വന്ന 3-4 ദിവസം തൊട്ട് ഇവൻ ഓട്ടോ താഴെ വെച്ചിട്ടുമില്ല. ഇവന് ബസ് മാറ്റി ഓട്ടോ എടുക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടോന്നും എനിക്കൊരു അപ്പൊ അമ്മച്ചിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. അമ്മച്ചിനോട് എനിക്ക് കുറച്ചൊരു സിമ്പതി. അമ്മച്ചി എന്റെ പാലക്കൽ അമ്മച്ചിയോട് എനിക്ക് കുറച്ചൊരു ഇഷ്ടമുണ്ട്. കാരണം സ്വന്തമായിട്ട് ആരും വീഡിയോയും കാര്യങ്ങളും എടുക്കാനുള്ള. ഇപ്പോൾ കിട്ടിയതോ ഒരു മൊട്ടച്ചേട്ടനാണ്. ഓൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓടിയാൽ ഏറിപ്പോയാൽ ഇത് മൊട്ടയല്ല, ഇതിന് കുറച്ച് കാരണങ്ങളുണ്ട്. അതുകൊണ്ട് അതാണ് അച്ഛക്ക് ഇപ്പൊ കിട്ടിയ മൊട്ടച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ അല്ല. ഇപ്പൊ വന്ന മൊട്ടച്ചേട്ടൻ ഓട്ടോ ചോടിക്കഴിഞ്ഞ് രാവിലെ തൊട്ട് വൈകുന്നേരം കൂടെ ഓടിയാൽ 1500 രൂപ കിട്ടും. ഇപ്പൊ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓടിയ ബസ്സിലാണെങ്കിലും 1500 കിട്ടും കേട്ടോ. അല്ല ഒരു പോലെ പറഞ്ഞ 1500 ആണ് വലിയ പൈസ അല്ലേ? പക്ഷേ പറയുന്നത് ഫുള്ള് കേൾക്കണം. എനിക്കും 1500 മൊട്ടയ്ക്കും 1500 ആയിരിക്കും കിട്ടുക. പക്ഷേ മൊട്ടയ്ക്ക് 1500 കിട്ടുന്ന സ്ഥാനത്ത് മൊട്ട 500 രൂപയെങ്കിലും പെട്രോൾ അടിക്കണം. പിന്നെ അതിന്റെ മെയിൻ്റെനൻസ് നോക്കണം. ഇനിയിപ്പോ അഥവാ വണ്ടിക്ക് ഒരു പഞ്ചർ കുടിങ്ങ അതും മുതലാളി നോക്കണം, മൊട്ട നോക്കണം. എനിക്കിതൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ 1500 പറഞ്ഞ കണക്ക്. എനിക്ക് 1500 കിട്ടുന്നതും മൊട്ടയ്ക്ക് 1500 കിട്ടുന്നതും രണ്ടാണ്, ഒന്നല്ല. എനിക്ക് ഡീസൽ അടിക്കുന്ന പൈസ ഈ 1500 കൊടുക്കണ്ട. ടയർ പഞ്ചറായാൽ ഈ 1500 കൊടുക്കണ്ട. ഇനിയിപ്പോൾ ബൈ ചാൻസ് സൈഡ് മിറർ പൊട്ടിപ്പോയി, എൻ്റെ കാരണം കൊണ്ടോ അല്ലെങ്കിൽ വണ്ടീൻ്റെ കാരണം കൊണ്ടോ പൊട്ടിപ്പോയി, 200 രൂപ അതും എൻ്റെ വണ്ടിയിൽ നിന്ന് കൊടുക്കണ്ട, ഞാൻ കൊടുക്കണ്ട. അപ്പോൾ 1500 എനിക്ക് എൻ്റെ പോക്കറ്റിലുണ്ടാവും. മൊട്ടച്ചേട്ടൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആട്ടും തുപ്പും കേട്ടു അല്ലാണ്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കിയാൽ പേര് പറയണല്ലോ, ഡീസൽ അടിക്കാനുള്ള പൈസ 300 കൂട്ടിക്കോ. 1500 300 കുറഞ്ഞ 1200. ബൈ ചാൻസ് ഒരു തേങ്ങ വീഴ്ത്തോ അല്ലാണ്ടോ സൈഡ് മിറർ പൊട്ടി, അത് വേണ്ട, സെൻട്രൽ മിറർ നല്ല പൈസ അല്ലേ, ചെറുത് സൈഡ് മിറർ 100 രൂപ, അപ്പോ 1100. ഇനിയിപ്പോ പൈസ അപ്പോ സൈഡ് എല്ലാം കൂടി കൂട്ടി കുഴച്ച് രാത്രി വീട്ടിലെത്തുമ്പോ ആശാന് പൈസ 800-900. എനിക്ക് എങ്ങനെ പോയാലും 1500 അതാടെ ഫിക്സ്ഡാ. ഇസ്മോള് പറഞ്ഞ മാതിരി 1500 നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഇല്ല എന്നുള്ളത് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ 1500 ഞാനൊരു ചുരുക്കം പൈസയാണ് പറഞ്ഞത്. എനിക്ക് മിനിമം ഒരു 3 ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ 2300-2000 തികച്ചും കിട്ടും. ബസ്സിലെ പണി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല, നീണ്ടുപോകും. ബസ്സിലെ പണി എന്ന് പറഞ്ഞാൽ സത്യം പറയിച്ച ഡ്രൈവർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് തൊട്ട് വന്നിക്കണം. കാരണം ഒരു സമയത്ത് കൊണ്ട് ഇത്ര സമയത്ത് ആൾക്കാരെയും കയറ്റി ഇത്ര സ്ഥലത്ത് എത്തിച്ച് ആ ആൾക്കാരെ സേഫായിട്ട് കൊണ്ടുവന്നതാണ്. പിന്നെ ഒരിക്കലും ഒരു ഡ്രൈവർമാരും വേണമെന്ന് വെച്ചിട്ട് ഒരു വണ്ടീനെ തട്ടിക്കുകയും മുട്ടിക്കുകയും ചെയ്യൂല. ഒന്നെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് ചവിട്ടിയിട്ട് പാളി പോവുക, അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ.
പിന്നെ ഞാൻ ഇപ്പോഴും പറഞ്ഞുതരാം, ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ മുന്നിൽ പോകുന്ന ആൾക്കാർ ഒന്ന് സഹകരിക്കുക. ബസ്സിന് സമയമില്ലാത്തതാണ്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമുള്ള ആൾക്കാരാണ്. ഒന്ന് നിങ്ങൾക്ക് ആ ബസ് വരുമ്പോൾ അല്ല നിങ്ങൾക്ക് ഒന്ന് ആ ഒരു 55 മിനിറ്റാണ് ഞങ്ങൾക്ക് റണ്ണിങ് ടൈം വരുന്നത്. ആ ഒരു സമയത്ത് ഞങ്ങൾ കോഴിക്കോട് നിന്ന് എടുത്തിട്ട് ഉള്ളിയേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് 25 കിലോമീറ്റർ ഉണ്ട്. ആ സ്ഥലത്ത് എത്തണം. അപ്പം നിങ്ങൾ വിചാരിക്കും 25 കിലോമീറ്റർ അല്ലേ സുഖമായിട്ട് എത്തൂലേ? കാറല്ല. ഈ 25 കിലോമീറ്ററിൽ ചിലപ്പോൾ 2 കിലോമീറ്റർ അല്ലെങ്കിൽ ഓരോ കിലോമീറ്റർ നോക്കി ചിലപ്പോൾ ആൾക്കാർ ഇറങ്ങാനുണ്ടാവും, അല്ലെങ്കിൽ കയറാനുണ്ടാവും. ഒരാൾ ഇറങ്ങി കയറാൻ 1 മിനിറ്റ് എടുത്താൽ അല്ലെങ്കിൽ 1 സെക്കൻഡ് എടുത്താൽ മിനിറ്റിന് വെച്ചിട്ട് എത്ര സെക്കൻഡ് വേണ്ടി വരുന്നു ആലോചിച്ച് നോക്ക്. 60 സെക്കൻഡാണ് 1 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സെക്കൻഡ് ഓരോ സ്റ്റോപ്പിൽ എത്തണമെങ്കിൽ ഓരോരുത്തർക്ക് ഇത്ര സമയമാവും. അതിൽ പൈസ ഉണ്ട്, പൈസ എടുക്കാൻ നിൽക്കുക. അപ്പോൾ ഓരോ സെക്കൻഡിനും ഓരോ മിനിറ്റിനും എല്ലാത്തിനും വില ഉണ്ട്. അതുകൊണ്ടാണ് ദയവ് ചെയ്ത് മുമ്പ് പോകുന്ന വണ്ടിക്കാരും ഓപ്പോസിറ്റ് വരുന്നവരൊക്കെ അപ്പോൾ അല്ല ഞാൻ പറഞ്ഞത് ഡ്രൈവർമാരെ പറ്റി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഞാനൊരു ഡ്രൈവറാണ്. ഇന്നപ്പോൾ തന്നെ ചിലപ്പം ഇപ്പോഴും പറഞ്ഞ അമ്മച്ചീൻ്റെ മൊട്ട തേങ്ങ പിണ്ണാക്ക് മോനും ഡ്രൈവറാണ്. അയാളോട് ചോദിച്ചാലും മനസ്സിലാവും. ഏതൊരു ഡ്രൈവർമാരെ ഇവിടെ ബഹുമാനിക്കണം. ഇവിടെ നേരത്തെ സെല്യൂട്ട് കൊടുത്ത മാതിരി സെല്യൂട്ട് കൊടുക്കുക തന്നെ വേണം. ഇപ്പോൾ ഒരു എമർജൻസി കേസ് വന്നാൽ പോലും ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഡ്രൈവറെ പറ്റൂ. അതിനാണ് ഡ്രൈവർ എന്നുള്ള പേര്. അതിൻ്റെ നാട്ടിൽ ഇപ്പം കയറ്റങ്ങളൊക്കെ ഉണ്ട്. ഡോക്ടറെക്കാട് മെയിൻ ഫസ്റ്റ് ആടെ എത്തിക്കുന്നത് കറക്റ്റ് ആയത് ഓൺ ടൈമിൽ എത്തിക്കുന്നത് ആരാ? ഓരാ ദൈവം. അല്ലാണ്ട് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ വണ്ടി കയറ്റി കൊടുക്കുന്ന ആൾ ഒരു ദൈവമാണ്, അല്ലാന്നല്ല. വണ്ടി കയറ്റി കൊടുക്കുന്ന ആളെ പരിപാടി കഴിഞ്ഞ് ആ ഒരാളെ സേഫായിട്ട് സുരക്ഷിതമായിട്ട് ആ സ്പോട്ടിൽ എത്തിക്കുക, അതാണ് അവരെ പേരാണ് ഡ്രൈവർ. ഒരു ഉറക്കോ അല്ലെങ്കിൽ ഒരു ഇത് ഇല്ലാത്ത ഒരാൾക്കാരാണ് ഡ്രൈവർ. അപ്പോൾ ഡ്രൈവർമാരെ ബഹുമാനിക്കുക, ഉപദ്രവിക്കരുത്, ദ്രോഹിക്കരുത്, നല്ല രീതിയിൽ കൊണ്ടുപോകുക. പിന്നത്തെ നമ്മൾ അമ്മച്ചീൻ്റെ കാര്യം തെറിത്താത്ത ബീവി വെടിപ്പുറ ബീവിൻ്റെ കാര്യം. എടി വേശി നായിൻ്റെ മോളെ, എൻ്റെ മോൻ്റെ മറ്റേ വീഡിയോ എൻ്റെ അടുത്ത് കിട്ടിയെന്ന് പറയുന്നത് പച്ചക്കള്ളല്ല, സത്യമാണ്. അല്ല അതെ സത്യമാണ്. അണക്കത് തെളിയിക്കാൻ പറ്റുമെങ്കിൽ ഇനി തെളിയിക്കാം. ഇനി അതല്ലെങ്കിൽ ഇനി പോയി കേസ് കൊടുത്തോ. ജസ്ന സലീമിൻ്റെ അരുണ് എൻ്റെ മോൻ്റെ പേരിൽ മറ്റേ വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കേസ് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിക്കുന്നത് അനക്ക് ബാധിക്കില്ലല്ലോ. അല്ല ഇവളെ പേരിലല്ല വന്നത്, ഇവളല്ല പറഞ്ഞത്, എനിക്കൊരാൾ അയച്ചതാ. പക്ഷേ ആ വീഡിയോ ഒരു നഗ്നമായിട്ടുള്ള സത്യം ഞാൻ പറയാണ്, ഞങ്ങളുടെ രണ്ടാളുടെയും കൂടി പേരിലാണ് അക്കൗണ്ട്. ഈ യൂട്യൂബിന്റെ വരുമാനം വരുന്ന പകുതി ഇവന്റെ അടുത്തേക്കാ പോണേ. ഇഞ്ഞ കൂട്ടണ്ട ഇവനെ മാത്രം. ആരെ കൂട്ടിയാലോ ഒന്നുകൂടി ഞാൻ ജോയിന്റ് അക്കൗണ്ടാ. ഞാൻ എന്തോ പറയാൻ പറ്റുന്ന ഫ്ലോ അങ്ങ് പോയി എന്തോ തള്ളച്ചിന്റെ ആ വെടിപ്പുറ ബീവി കാരണമാണ് ആ ബീവിന്റെ മോനാന്ന് ഞാൻ മനസ്സിലായത്. എങ്ങനെയാന്ന് വെച്ചാൽ ഈ മോന്റെ വീഡിയോ ഞാൻ ഇപ്പോഴൊരു കാര്യം പറഞ്ഞ ഇവളെ പല ആൾക്കാരും പറഞ്ഞു, ഇവള് അല്ല അതാണല്ല ഇവള് പല ആൾക്കാരോടും പറഞ്ഞു സഞ്ജുവിനെയും പാത്തുവിനെയും കാണിക്കാതെ എന്താ, അല്ലെങ്കിൽ ലെനിനെയും പാത്തുവിനെയും കാണിക്കാതെ എന്താന്ന്. എന്തെങ്കിലും ബൈ ചാൻസ് ഓരോ എവിടെയെങ്കിലും വെച്ച് കുടുങ്ങോ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ പബ്ലിസിറ്റി ആവൂലേ? അവരുടെ ജീവന് അതെനിക്ക് ഇങ്ങനെ പബ്ലിസിറ്റി ആവൂലേ? മക്കൾ തെറ്റ് ചെയ്യുന്നതല്ല കേട്ടോ, ഇവരെ കാര്യമില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഇനിയിപ്പോൾ സഞ്ജുവിനെയും പാത്തുവിനെ ഈ തേവിടിച്ച് ഓരോ മോളെ കാണിച്ചതിനെ കൊണ്ടാണ് ആ ചെങ്ങായി വീഡിയോ അയച്ചപ്പോൾ അത് കറക്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലാവാനുള്ള കാരണം പണ്ട് ലുലു മാളിൽ വന്നപ്പോ സെൽഫി എടുത്തൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അപ്പൊ ആ ഒരു ഫോട്ടോ ആ ഇതും കൂടി ഞാൻ നോക്കിയപ്പോ പക്ക ഒരു വ്യത്യാസമില്ല. ഇവൻ സംഭവം മൊയന്താണെങ്കിൽ പോലും അടിപൊളി കളിക്കാരനാ. ഇത് പറയുന്നതിൽ എനിക്ക് ഒരു കുറവുമില്ല. ഞാനിപ്പോൾ നെവറായിട്ട് നല്ല മൈൻഡിൽ ദേഷ്യവും കാര്യമൊന്നും ഇല്ലാണ്ട് സന്തോഷത്തോടെ പറയാൻ കാരണം ഏതൊരു വ്യക്തിനെയും കുറവാക്കാനും ആയിക്കോട്ടെ എന്താന്നുള്ളത് മക്കൾക്കറിയില്ല. കാരണം എല്ലാ മക്കളും ഓളെ മക്കളെ പോലെ അല്ല, അന്തസ്സുള്ള മക്കളാ. എന്തെങ്കിലും എടുത്ത് പഠിക്കുക, എന്തെങ്കിലും ന്യൂസ് കാണുക, വാർത്ത കേൾക്കുക, അല്ലെങ്കിൽ പഠിക്കാൻ പോവുക. അല്ലാണ്ട് എല്ലാ മക്കളും പിള്ളേരുണ്ടാവും, പിള്ളേർക്ക് എന്താണെന്നുള്ളത് മനസ്സിലാവില്ല. ഇത് മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞ ഭാഷ മനസ്സിലാക്കണമെങ്കിൽ അത്യാവശ്യം കല്യാണം കഴിഞ്ഞ് പ്രായമുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയാണ്. മക്കളോട് ഞാൻ ഒരിക്കലും ഇത് പറയൂല, ഇത് മക്കളായിട്ട് കാണുകയും ചെയ്യരുത്. ഇതാദ്യം പറയണം. ഉൾക്കൊള്ളൂ. കാരണം സ്വന്തം ഉമ്മാന സഞ്ജുമോൻ അന്ന് ലിപ്പടിച്ച് എങ്ങനെ ഉണ്ടാവും? എങ്ങനെ ഉണ്ടാവും? ചെയ്യുവോ? അതേ സ്ഥാനത്ത് ഇവിടെ ഉമ്മ വെക്കുന്നത് ഓക്കെ സ്നേഹം, അത് ഏതൊരു അമ്മയ്ക്കും മക്കൾ വെക്കുന്നതാ. ഇവിടെ ഓക്കെ.
ഇവിടെ വെക്കുന്നത് ഇത് പറഞ്ഞു കൊടുക്കട്ടെ. ഞാൻ കണ്ടിട്ട് മറ്റേ ഈ കാക്കയൊക്കെ ഉണ്ടല്ലോ, ഈ ചിക്കനൊക്കെ കിട്ടി അതിന് ഞാൻ അവളെ കുറ്റം പറയൂല. മേ ബി ഇപ്പൊ ഇവളും കൂടി ഉണ്ട്. ഇവളെന്നല്ല, ഒരമ്മേന്റെ മകൻ. ഞാനൊരു മോനാണ്, ഇത് അമ്മയാണ്. ഞാൻ അമ്മേനെ അടുത്ത് വന്നിട്ട് ലിപ്പിന് ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏതെങ്കിലും അമ്മ സമ്മതിക്കുമോ? ഇത് നല്ലോണം വെച്ച് അത് നല്ലൊരു ചോദ്യമാണ്. മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ മനസ്സിലാക്കാം. ഈ MDM, കഞ്ചാവ്, മറ്റേത് മറിച്ച് ലഹരിയൊക്കെ ഉപയോഗിച്ചിട്ട് ഓരോ ആൾക്കാർ പെങ്ങന്മാരെ വരെ പീഡിപ്പിക്കുന്നുണ്ട്, മറ്റേ ഒക്കെ ചെയ്യുന്നുണ്ട്. അല്ല, വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നില്ല, പീഡിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ജസ്ന സലീം മാത്രമേ ഉള്ളൂ. കണ്ടിക്കല്ലോ, ജസ്ന സലീം ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുമ്പോൾ മകൻ അവിടുന്ന് വന്നു കഴിഞ്ഞിട്ട് ആയ് അമ്മേന്ന് പറഞ്ഞിട്ട് ഉമ്മ വെച്ച അതിനെന്താണ് അർത്ഥം ഗൈസ്? ആ വീഡിയോ ഇപ്പം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാനിട്ട് സേവ് ആക്കിക്കില്ല. അത് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഇവിടെ സേവ് ആക്കി ചെയ്യാറ് ഞാൻ കണ്ടതാണ്. അത് ഇനിയിപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നേരത്തെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഇവള് പറഞ്ഞ മാതിരി മാമ പിടിക്കുന്നത് ഒരമ്മ, എനിക്ക് ഒരു അമ്മ ഉണ്ട്. നേരം വരെ ഞാൻ എൻ്റെ അമ്മേനെ മാമ പിടിച്ചിട്ടില്ല, പിന്നെ മാമ കുടിച്ചിട്ടുണ്ടാവും. അത് എല്ലാരും പറയുന്ന പാരി കുടിക്കുന്ന സമയത്ത്. അല്ലാണ്ട് നേരം വരെ എൻ്റെ അമ്മേനെ പിടിക്കാനോ അതാക്കാനോ ഞാൻ നിൽക്കില്ല. കാരണം നമുക്ക് എന്ന് പറഞ്ഞൊരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ, ഇതിപ്പോ ജെസിമോൾ എൻ്റെ എല്ലാം, എൻ്റെ അമ്മ എടുത്തോട്ടെ, ഓളെടുത്തമാരാരില്ല. എടാ മതിയോടാ, ഓക്ക് മറ്റേ അണ്ണാക്കിൽ വെച്ചിട്ട് നാവുകൊണ്ട് പുഷ്പാഞ്ജലി കളിപ്പിക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അതേമാതിരി മച്ചിയെ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്കറിയാം ഞങ്ങൾ ആരാ എന്താന്നുള്ളത്. അപ്പൊ ഞാനിത് പറഞ്ഞു വന്നെന്ന് വെച്ചാല്, ഒരമ്മയ്ക്ക് ഒരു മകനും ചോദ്യത്തിന് ഉത്തരവോട് തരണം. പറഞ്ഞു. ആദ്യം പറഞ്ഞു നീ എന്റെ ഭർത്താവാണ്, പിന്നെ പറഞ്ഞു നീ എന്റെ കാമുകൻ, നാളെ എന്റെ അച്ഛനാവും. ആയിക്കോട്ടെ, അത് എവിടെയല്ല. സച്ചിനെക്കാട്ടും, അതായത് സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റ് താരാണ്, സച്ചിനെക്കാട്ടും മൂത്തതാണ് സച്ചിന്റെ ഭാര്യ. ആർക്കും അറിയുമെന്ന് എനിക്കറിയാം, അറിയാണ്ട് ചാൻസ് ഇല്ല, അറിയും. അതല്ല, ഈ നമ്മുടെ ഹൗസ് വാമിങ്ങിന്റെ ലെറ്റർ വിട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് സംസാരിക്കും. ഞാൻ ചെറിയൊരു കാര്യം കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, തെറിത്താത്ത വെറും വെടിയാണ്, പരപ്പു വെടിയാണ്. ഈ അമ്മച്ചി വരെ അവളെ കൂട്ട് പറഞ്ഞ അമ്മച്ചിയും പല രീതിയിലും സംസാരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്റെ ഒരു കാഴ്ചപ്പാടില് എന്നോട് ചൊറിയാൻ വന്ന ഞാൻ ചൊറി. ഓള് പണ്ട് അജുവ ബസ്സിലെ മൊയിലാളിനെ വിളിച്ചിട്ട് കുറെ കളഞ്ഞിനു. ഓനെന്നെ കുറെ മയിലാക്കുന്നു വിചാരിച്ചിട്ട് എനിക്ക് പണിയില്ലാണ്ടായിട്ടൊന്നുമില്ല. ഇത് നമ്മുടെ ഹൗസ് വാമിങ്ങിന്റെ ഇതാണ്. ഇതൊന്ന് ആദ്യത്തെ കണ്ടോളി, ക്ഷണപത്രാണ്. അങ്ങനെ മനസ്സിലാവൂല, മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയത്. കുറപ്പോയിൽ അബ്ദുൽ മജീദ്, സോഫിയ മജീദ്, ഇതൊക്കെ വെച്ചൊക്കെ. ഇതിൽ വാപ്പന്റെ നമ്പർ അങ്ങ് ഞാൻ മറിച്ചാളാം. 920780. വാപ്പിനെ എന്നിട്ട് ഒറ്റ വിളിച്ചു കിട്ടോ? അത് കത്ത് കൊടുത്ത ആൾക്കാരായിരിക്കും. അല്ല, ഇതിന്റെ നമ്പറാ. എങ്ങനെ നീ എന്റെ ആരും അല്ലെങ്കിൽ നിന്റെ നമ്പർ ഇവിടെ വന്ന്? പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മള് ഇപ്പൊ ഒരാളാവാൻ, അതായത് ഞാനിപ്പോ ജെസിമോളതോ അല്ലെങ്കിൽ അമ്മച്ചീൻ്റെതോ തെറിത്താത്ത തെറിത്താത്ത വിളിക്കുന്ന ഒരു ഇത് പോയി എനിക്ക് ഫ്ലോ പോയി, വെടിപ്പറ വേശി ഇഞ്ച പോണി. എനിക്ക് അങ്ങനെ തന്നെയാ. ഓള് മറ്റേ എന്താ ഓളെ പേര്, ഏതൊരു പെണ്ണുങ്ങളാ, 5 മക്കളെങ്ങനെ ആ പെണ്ണുങ്ങളാ പറഞ്ഞില്ലെങ്കിൽ വലിയ തെറ്റം തോന്നിക്കാൻ നന്നായിക്ക്. അതിന് വെടിപ്പറ ബിബിയെ ഐ ലവ് യു, എനിക്ക് ഇഷ്ടമായി. എന്റെ ഷാജി മോളെ എന്നെ സപ്പോർട്ട് ചെയ്തായിരുന്നു. പക്ഷെ എന്റെ കുറച്ചൊരു കുരുത്തക്കേടില്ലേ, അതിനെ കൊണ്ട് ഞാൻ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യാം. ഈ പറഞ്ഞ 5 മക്കളുള്ള തള്ളക്ക് എന്റെ വെടിപ്പറ ബിബി എന്ത് പറഞ്ഞാലും കട്ട സപ്പോർട്ട് ചെയ്യാണ്ടാവും. സല്യൂട്ട്. ഉമ്മ 10,000 റുപ്യ ഞാൻ തരും ഷെഫീന. തള്ളക്ക് നാളെ തന്നെ ഇവിടെ വരികയെ. എന്റെ മോളെ സത്യം പറയാണ്, ഇപ്പോഴും ഞാൻ പറയാം, എന്റെ തെരുത്താത്ത മറ്റേ 5 പെണ്ണുങ്ങളുടെ ഒക്കെ എന്ത് മെസ്സേജ് അയച്ചാലും ഞാൻ കൂടെ ഉണ്ടാവും. കാരണം അഹങ്കാരല്ലേ, അത് ഒരിക്കലും അതല്ല, അത് സത്യം. എനിക്ക് ഈ 10,000 റുപ്യ ഒരു 5 ദിവസം പണിക്ക് പോയത്, 5 വേണ്ടി വരില്ല, 5 ദിവസം കൂടി 5 ദിവസം പണിക്ക് പോയി ഉണ്ടാക്കുന്ന പൈസ ഇല്ല എനിക്ക്, ചുരുങ്ങിയത് ചെലവും കാര്യമൊന്നും ഇല്ലാണ്ട് ഞാൻ തരും. കാരണം ഇപ്പം എനിക്ക് അമ്മച്ചീനോടും തെരുത്താത്തതിനോടും മച്ചിനോടൊക്കെ ദേഷ്യം കാര്യങ്ങളുണ്ട്. പക്ഷേ ഇഷ്ടമില്ലാത്ത ആൾക്കാരെ നമ്മളെ പ്രവോക്ക് ചെയ്യുന്ന ആൾക്കാരെ വർത്താനം പറഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷം തന്നെ കേട്ടോ. അപ്പോൾ കല്യാണക്കത്ത് കണ്ടല്ലോ,
കൂടുതലിന്റെ ഹൗസ് വാമിങ്ങിൽ എന്റെ പേര് കൊടുത്തെന്ന് പറയാൻ കാരണം ആ നമ്പർ കൊടുക്കാൻ കാരണം എന്ന് വെച്ചാല് ഞാൻ വാപ്പി അന്ന് ഒരു കാര്യം പറഞ്ഞുതരാം. വാപ്പിക്ക് ഒരു 4-5 ദിവസത്തേക്ക് ഒരു കുഴപ്പമില്ല. ഇന്നും ഇന്നലെയൊക്കെ എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞങ്ങളൊക്കെ കഷ്ടപ്പെടും. ഞാൻ അങ്ങോട്ട് എങ്ങനെ പോകും? എനിക്ക് ഇവിടെ ജസ്മോളെ നോക്കണം. അച്ഛൻ ഐസിയുലല്ലേ, ക്രിട്ടിക്കൽ സ്റ്റേജിൽ അച്ഛൻ. അപ്പൊ ഞാൻ അങ്ങനെ പോകും. അപ്പൊ ഗായ്സ് ഇപ്പോഴും ഞാൻ പറഞ്ഞുതരാം. സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതാ ടേസ്റ്റ് 3 ജൂൺ. ഇനിയിപ്പോ അരുണ് ഹോസ്പിറ്റലാണ്, അച്ഛൻ ഹോസ്പിറ്റലാണ്, ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. അപ്പൊ അതൊന്നും പറഞ്ഞുണ്ടാക്കണ്ട. ഞാനിപ്പോ പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങളോട് വാപ്പിക്ക് ഞാൻ അച്ഛന് ആക്സിഡന്റ് പറ്റിയുള്ള സത്യമാണ്. അത് ജെസിമോളെ വീട്ടിൽ നിന്ന് ഒരു വൃത്തിയായിട്ടൊരു ഇറക്കാണ്. അത് ബൈക്കായാലും ഓട്ടോറിക്ഷ ആണെങ്കിൽ പോലും എൻ്റെ കാലിൻ്റെ മുട്ട് വരെ ഓട്ടോ ഇങ്ങനെ ഉണ്ടാവും. ഈ ഒരു ഹാൻഡിൽ ഉണ്ടാവുക ഇങ്ങനെ തട്ടിയിട്ട് ഇവിടെ ചെറുതായിട്ടൊന്ന് തട്ടിപ്പോയി. അങ്ങനത്തെ ഡേഞ്ചറായ ഇറക്കാണ്. ആരായാലും വീഴും. ഞാൻ വിചാരിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ വാരിയിൽ ചെറിയ ഇങ്ങനെ ഒന്ന് ആദ്യം നട്ടല് പൊട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് ICUല്, വെന്റിലേറ്ററില്, കോമയില് ഒന്നും ആയില്ല. ഈ തെരുത്താത്ത നായിഞ്ച മോള് പറയുന്ന വരി ഒരു മയിലും ആയില്ല. അതല്ല അച്ഛൻ്റെ അമ്മൻ്റെ ഇവിടെ ഞാൻ വീട്ടുകൂടലിന്റെ തലേ ദിവസം വീണ് കൈ പൊട്ടി എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം പറഞ്ഞ ഒരു കൈ ഇതാ ഒരു വ്യക്തിക്ക് 2 കൈ ഉണ്ടാവാം. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ ഇനിയിപ്പോ ഇവിടെ പച്ച കള്ളത്തരം പറയുകയാണെങ്കിൽ പോലും ഇവള് പക്കാ കള്ളത്തരം പറയുന്ന വ്യക്തിയാ. എന്നാ പോലും താതിക്കാതിക്കോ അല്ല അങ്ങനെ കാണിച്ചു കൊടുക്കും വേണ്ട. പക്കാ കള്ളത്തരം പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഒരു എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടെ ഈ ഒരു കൈ ഉണ്ടല്ലോ അനക്കാൻ പോയിട്ട് ഒരാളെ കൊണ്ട് തൊടിയിപ്പിക്കാൻ പറ്റില്ല. കാരണം എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ വേദന ഉണ്ട് കേട്ടോ. ആ സിനുവിന്റെ ഒക്കെ കൂടെ കസേര എടുക്കുക പൊക്കുക. വേറൊരു കാര്യം വെച്ചാൽ ഇവള് പറ്റി നോക്കുക സത്യമാണ്. പക്ഷെ ചെറുതായിട്ടൊന്ന് അടിച്ചു പോയി. അതായത് നമ്മളെ ഈ ഒരു ഏരിയയിലല്ലേ ഈ കൈ കൊണ്ട് ഒന്ന് കുത്തി നോക്ക്, ഒന്നും വേണ്ട. എല്ലാവരും നോക്ക് ഈ ഒരു ഏരിയ കണ്ടെങ്കിൽ എല്ലാവരും ഇവിടെ ഒന്ന് ഇങ്ങനെ കുത്തുക. ഇങ്ങനെയല്ല, നല്ല സ്ട്രോങ് കുത്തുക. മറ്റേ നമ്മൾ ഓടി വരുമ്പോൾ എന്നുള്ള ഹമ്പില്ലേ അതേമാതിരി ഇവിടുന്ന് ഒരു സാധനം എങ്ങനെ എന്നിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ആ സാധനം എങ്ങനെ നോക്കുക. ഒന്ന് നോക്കുക. അപ്പൊ ആർക്കായാലും വേദന വരും. പിന്നെന്ന് വെച്ചാൽ ഇവള് എന്നല്ല ഏത് ഭൂലോക പെണ്ണാണെങ്കിലും ആണാണെങ്കിലും എല്ല് പൊട്ടിയാല് ഒരുത്തനും നിൽക്കൂല. ഒരു കാരണം അല്ലാണ്ട് എന്റെ എല്ല് പൊട്ടിയതാ. ഒരു കാരണം അല്ലാണ്ടല്ല സത്യം. ഞാനിപ്പോ പറയാ, ഞാൻ ഇവിടെ എന്തോ ദേഷ്യം പിടിച്ചിട്ട് തല്ലാൻ നോക്കി ഇങ്ങനെ ആക്കിയത് എനിക്ക് ഓർമ്മയുണ്ട്. ഇതല്ലേ ഇതേ പൊസിഷനിൽ കൃന്ന സാധനം കെട്ടിക്ക്. ഞാൻ ജെസിമോളേന്ന് പറഞ്ഞൊരു കിടത്തല് കിടന്നിക്ക് നോക്കുമ്പോ ഇവിടെ ചീന്തി പോയി. സത്യമായിട്ടും പറയാണ്, പടച്ചോനാണ്, അല്ലാഹുവാണ്. തല്ലാറുണ്ട് കേട്ടോ. അന്ന് എന്തോ ഒരു പ്രശ്നം ഇങ്ങനെ ദേഷ്യം പിടിച്ചാൽ ഇവളും അങ്ങനെ തന്നെ. സത്യം ഇവിടെ സ്വഭാവം എന്താ അറിയോ? സത്യം പറയാച്ചാൽ ഇവള് വൃത്തികെട്ട സ്വഭാവം ചില സമയത്ത്. പക്ഷെ ഇവളത്ര ഉപകാരവും പാവമുള്ള ഒരാളും ദേഷ്യം പിടിക്കുമ്പോ എന്തെങ്കിലും പറയാന്നല്ലാണ്ട് ഏറ്റവും കൂടുതൽ സങ്കടം വന്നാൽ ഞാൻ എന്നെ തന്നെ വേദനിപ്പിക്കും. അങ്ങനെ ഒരു സംഭവം അന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അന്നുണ്ടല്ലോ, അന്ന് ഞാൻ മനസ്സിലാക്കി ഇവള് ഇത്രയും ലോങ്ങിനാ ഇവളുള്ളത്. ഞാൻ ഇങ്ങനെ എന്തോ ആക്കിയത് എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ കൈന്ന് എന്നുള്ള സൗണ്ട് കേട്ടിട്ട് ഞാൻ നിലത്ത് കിടന്ന്. എന്നിട്ട് ഇവള് മൈൻഡ് വെച്ചില്ല. ഞാൻ തമാശയാന്ന് വിചാരിച്ചു. ഇവള് അങ്ങനെ ആ ഒരു പിടുത്തം ഇങ്ങനെ പിടിച്ച് യൂട്യൂബ് ചാനലിലല്ലേ പിടിച്ചിട്ട് ഇവള് ഞാൻ ഇവിടെ അടിക്കാൻ നോക്കിയ ആളാ. എന്നിട്ട് ഇവളെന്നെ വന്നിട്ട് എന്നെ പിടിച്ച് അതേമാതിരി ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ ഇട്ട് നോക്കുമ്പോ ഇവിടുന്ന് ഇങ്ങനെ ചീരി ഒരു ലേശം കൂടി ഒരു പൊടിക്കും കൂടി ഒന്ന് ഇവിടുന്ന് ഒരു ജസ്റ്റ് ഒന്ന് നീങ്ങിപ്പോയാൽ ഇതിങ്ങനെ കൈ പോയാ. എനിക്ക് തോന്നുന്നു ആരോ നമ്മളെ കൈയില്ലേ ഇങ്ങനത്തെ കൈ ഇങ്ങനെ പിടിച്ചു തിരിക്കൂലേ അതേമാതിരി കറക്റ്റ്. സത്യം പറയാലോ, എന്തെങ്കിലും അതിന്റെ തെളിവുണ്ടോ? ഇനിയിപ്പോ അത് അമ്മച്ചിയോ അല്ലെങ്കിൽ മച്ചിയൊക്കെ എക്സ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നോക്കിയത് പിന്നെ നോക്കി പ്രശാന്ത് എന്നല്ലേ ഞാൻ ബെൽറ്റ് ഇട്ട് അതിനല്ലായിരുന്നു. അല്ലേ ബെൽറ്റ് വിട്ട് നടക്കലായിരുന്നു. കാരണം ഒരു സ്ഥലത്ത് പോയി ഞാൻ ഒരിക്കലും ഞാനിപ്പോ പറയാം ജസ്റ്റ്. അപ്പോ ആ ഒരു സംഭവത്തിന് ശേഷം എനിക്ക് തോന്നുന്നു, ഞാനിവിടെ പൊക്കി പറയുന്നല്ല, അമ്മച്ചീനെ തെരുത്താത്തനെ എല്ലാരെയും പറയാം.
ഇവള് വലിയ സംഭവം മറ്റേത് മറിച്ചായിട്ട് പറയല്ല. അന്ന് തൊട്ട് ഇതുവരെ ഞാൻ അവളെ തമാശക്ക് പോലും ഇങ്ങനെ കൈ ഒഴിക്കില്ല മക്കളെ. കാരണം ഒരു സ്ഥലത്തും തട്ടിക്കില്ല, ഒരു സ്ഥലത്തും. കാരണം ഈ റൂമിലാണ് ഞങ്ങൾ ഫസ്റ്റ് കയറി വരുമ്പോൾ അടുത്ത ഭാഗത്തെ റൂമിലാണ് സംഭവം. മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. കയറി വീശിയത് എനിക്ക് ഓർമ്മയില്ല. ഇങ്ങനെ അല്ല, ഇങ്ങനെയൊക്കെ വീശി കഴിഞ്ഞാൽ ആർക്കെന്ത് തേങ്ങ സംഭവിക്കാം. ഇതാ ഇങ്ങനെ. പക്ഷേ കൈ കറക്റ്റ് ആരെ പിടിച്ചു പിടിക്കുന്ന ഇവിടുന്ന് സൗണ്ട്. ഞാൻ ആ കിടന്നിക്കിന്റെ പൊന്നും മക്കളെ. അന്നതിന് ശേഷം അങ്ങോട്ട് കണ്ണനെ പറ്റി കാരണം എനിക്ക് നല്ലോണം ഞാൻ ഇപ്പോഴും പറയാണ്. ഇനി ആരെന്ത് പറഞ്ഞാൽ ഇവിടെ കൂടെ ആരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എൻ്റെ മനസ്സിൽ ഇവിടെ കൂടെ കണ്ണുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിന് ശേഷം ഇന്ന് വരെ ഞാൻ അവളോട് കച്ചറുണ്ടാക്കലും തോന്നിയ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിപ്പോ ആരായാലും ഏത് കുടുംബത്തിലുണ്ടാവും. പക്ഷെ എന്നാ പോലും ഇവക്ക് ഇന്നേം വലിയ കാര്യം, എനിക്ക് ഇവിടെയും വലിയ കാര്യം. ആ ഒരു സംഭവം ഇന്ന് വരെ ഞാൻ അതിന് ശേഷം ഇല്ലല്ലേ കച്ചറുണ്ടാക്കിയില്ലല്ലോ. കച്ചറുണ്ടാക്കുകയാണെങ്കിലും ഒന്ന് ഞാൻ എന്താക്കും, ഒരകലം പാലിക്കും. കാരണം വേറൊന്നും കൊണ്ടല്ല, നല്ല പേടി എനിക്ക്. നല്ല പേടി എനിക്ക്, നല്ല പേടി. പറഞ്ഞാൽ ആ ഒരു സംഭവത്തിന് ശേഷം എനിക്ക് ഞാൻ 1-2 ആഴ്ച ഞാൻ ഇപ്പോഴും എനിക്ക് അവിടെ ഒരു തൊടുമ്പം വേദനയാണ്. അതിപ്പോൾ പേടിച്ചിട്ടുള്ള വേദനയാണെന്ന് അറിയില്ല. അതിനുശേഷം ഞാൻ ഇവിടെ തൊടാനതാക്കാൻ ഒന്നിനും നിൽക്കല്ല. കാരണം സത്യമായിട്ടും പേടില്ല. കാരണം ഇവക്ക് ചിലപ്പോൾ ഞാനിപ്പോൾ ഒന്ന് കൈ അടിച്ച് എൻ്റെ ഇവൾ താഴെ കിടക്കും. കാരണം എന്തായാലും താഴെ കിടക്കും. പക്ഷേ ഇവിടെ എന്തോ ഒരു എനർജി ഇവക്ക് വരികയെന്ന് പറയില്ലേ, അതേമാതിരി അന്ന് കൈ ഓങ്ങിയത് എനിക്ക് ഓർമ്മയുള്ളൂ. പറഞ്ഞ് ആരെ അടിക്കുന്നത് എങ്ങാനും പറഞ്ഞ മാതിരി കിറുള്ള സൗണ്ടാ ഇങ്ങനെ പിടിച്ച. സത്യമായും പടച്ചോന്നാണ്. എന്തായാലും ആ ഒരാളാ ഇപ്പൊ കൂടി ആളെ തൊടുമ്പോ എനിക്ക് വേദന ഉണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ട് പോയിക്കുന്നതിൻ്റെ ഒരു ബലമായ സംശയം. ഇതുവരെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ആ ഒരു സംഭവത്തിന് ശേഷം ഞാൻ അവളോട് കച്ചറിക്ക് നിൽക്കല്ല. എനിക്ക് നല്ലൊരു അനുഭവമാണ്, നല്ല വൃത്തിക്കുള്ള അനുഭവം. പിന്നത്തെ ഒരു കാര്യം, നായിൻ്റെ മോളെ തിരുത്താത്തേ എൻ്റെ മോൻ്റെ വീഡിയോ ഒരാഴ്ചനുള്ളിൽ ഞാൻ ലോഡ് ചെയ്തില്ല. ഞാൻ എന്നെ കണ്ട ചെക്കന്മാർക്കൊക്കെ അയച്ചു. ആരാഴ്ച ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ ഒരു ഗായ്സ് സത്യാണത്. തെരുത്താത്തന്റെ മൂത്ത മകന്റെ ലീലാവിലാസങ്ങൾ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറഞ്ഞ വരി കൂമുള്ളി ഉഷയുടെയും ബഷീറിന്റെയും. പിന്നെ ഒരു കാര്യം, ഈ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് ബഷീർ വെന്റിലേറ്ററിലാണോന്നും അല്ലെങ്കിൽ ICUലാണെന്നും ചോദിച്ച ചില മയന്മാരോടും അത് പറഞ്ഞ കുറെ മൈരത്തികളോടും എന്റെ അച്ഛനൊരു കുഴപ്പമില്ല, നാളെ അങ്ങ് പോകും. പിന്നെ ഒരു കാര്യം, അച്ഛൻ ഇതിന് മുന്നേ മുകളിൽ നിന്ന് വീണിട്ട് താഴ വീണപ്പം ചെറുങ്ങനെ ഒരു നട്ടന് സ്ക്രാക്ക് ഉണ്ട്, ചെറിയൊരു വര. പൊട്ടില്ല, സ്ക്രാക്ക് ചെറിയൊരു സ്ക്രാക്ക് ഉള്ളൂ, ചൊരയുള്ളൂ, ഒരു വരയുള്ളൂ. അതിനും ബെഡ് റെസ്റ്റ് വേണോ? അതിന് അനങ്ങിയിട്ട് പൊട്ടാൻ നിൽക്കാനാണ് ബെഡ് റെസ്റ്റ് പറഞ്ഞത്. അതേമാതിരിയാണ് ഇതും. പിന്നെ ആ ഒരു ഏരിയയിൽ 2 ബഷീറുണ്ട്. കാരണം ബഷീർ എന്ന് വിളിക്കുമ്പോൾ ഞാനങ്ങനെ ബഷീർ ഞാൻ എണീക്കുമ്പോഴേക്ക് ആടല്ലൊരു അമ്മമ്മ എണീക്കല്ലേ, ഒരു ഉമ്മ. പിന്നെ ഗോപാലൻ എന്ന് പറഞ്ഞിട്ട് 2 ആളുണ്ടായിരുന്നു. ഗോപാലൻ എന്ന് പറഞ്ഞ 2 ആളുണ്ടായിരുന്നു. ഇവരും എൻ്റെ അതേ അനുഭവമായിരുന്നു. പിന്നെ അച്ഛൻ പറഞ്ഞിനും ഞാൻ പോയപ്പം വെന്റിലേറ്ററിൽ ഒരു ആളുണ്ടായിരുന്നു. കാരണം അച്ഛൻ കണ്ടിട്ടുണ്ട്. കാരണം വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ മാതിരി മറ്റേ ബോക്സ് ഒന്നും ഇട്ടിട്ടല്ല അല്ലേ, സാധാ പൈപ്പ് ഇട്ടിട്ട് വെക്കുക. അപ്പൊ ഒരു കുഴപ്പമില്ല, ഒരു റിക്കറായ. ഞാനും ഇതുവരെ കാണാൻ കൂടി പോയിട്ടില്ല. കാരണം അത്രമേൽ ഇതൊന്നുമില്ല. ഇവിടെ കാണാൻ മാത്രം പോയാൽ വാർഡിലേക്ക് മാറ്റി. പിന്നെ ഇവിടെ കാണാൻ കൊണ്ടുപോകാത്ത വെച്ചാൽ വേറൊന്നുമല്ല, ഞാൻ തന്നെ ആളെ പോകണം, ഞാൻ തന്നെ ഇങ്ങോട്ട് വരണം. നാളെ അങ്ങോട്ട് ഇങ്ങ് പോരും. ചിലപ്പോൾ ഇങ്ങോട്ടായിരിക്കും വരിക. കാരണം എന്താ വെച്ചാൽ എൻ്റെ വീട് ചെറിയൊരു വീടാണ്. അപ്പൊ തരുത്താത്തേ നമ്മളെ ചാടി പറഞ്ഞാ 3 പേരുണ്ട്. അപ്പൊ ഒന്നും ഇവിടെ കുടുങ്ങി പോയി. പക്ഷെ നിനക്ക് വേറൊരു കാര്യമുണ്ട്. ഇന്ന് നീ നിന്റെ മച്ചീനെ പറ്റി ഒന്നും സംസാരിച്ചില്ല. മച്ചി ആരാ? മച്ചിന്റെ മോളാ. എടി മച്ചിയെ, നീ പല രീതിയിലും മച്ചിക്ക് വല്ലാത്തൊരു അബദ്ധം പറ്റില്ല. ഇത് കട്ടാക്കിട്ട് പറഞ്ഞിരുന്നുണ്ട്. പിന്നെ മച്ചിയെ ചൊറിയാൻ നിന്നാല്
എന്റെ വീഡിയോ അറിയുന്ന ആൾക്കാരൊക്കെ എന്റെ നാട്ടിലുണ്ടാവും. അതല്ല ഏറ്റവും വലിയ രസം എന്നറിയ ഗർഭപാത്രമില്ലാതെ പ്രസവിക്കാൻ പറ്റും. എന്താ പറ്റില്ലോ? മച്ചിക്ക് പറ്റും, എല്ലാവർക്കും പറ്റും. ഇഞ്ചക്ഷൻ കുത്തിയാൽ മതി. ഗർഭപാത്രം ഉണ്ടോ? അല്ല പിന്നെ ഗർഭപാത്രം ഉണ്ടാവും. ഞാൻ കഴിച്ച ഒരാൾ ഉണ്ടാക്കാന്ന് അങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇഞ്ചക്ഷൻ വെച്ചാൽ എന്റെ പൊന്നു മച്ചിയാ ഞാൻ വരാം മോളെ, ഏട്ടൻ വരാ. കാര്യമില്ല, ഗർഭപാത്രം ഇല്ല, നോക്കില്ല, നമുക്ക് വേറെ വെക്കണം. അങ്ങനെ കുറവാ മോശട്ടോ. മച്ചിനെ പറ്റി അമ്മച്ചീനെയോ അല്ലെങ്കിൽ ഓവർ സംസാരിക്കരുത്, എന്റെ കണ്ണുണ്ടാവില്ല. ഞാനിപ്പോഴും പറയാ ഓളെ കണ്ണടിച്ചാൽ മുടിയും. കാരണം നീ തെരുത്താൻ തന്നെ പറഞ്ഞോ, എനിക്ക് വേണം അമ്മച്ചീനെ പറഞ്ഞോ. ഇന്റെ മച്ചീനെ പറഞ്ഞല്ലോ. അതല്ല ഗർഭപാത്രത്തിന് ക്യാൻസർ. മച്ചിക്ക് സംഭവം എന്താ വെച്ചാലോ, മച്ചി ഒരു കണക്കിന് മറ്റേ എന്താ ചെങ്ങനെ പേര് കണ്ണാടിന്റെ ആറാട്ടാണെന്ന് പറഞ്ഞിട്ട് ഒരു മരുന്നേയും കൊണ്ട് നടക്കലായിരുന്നു. ഓൻ ആരോ എന്തോ വേസിൽ മൂഞ്ചി പോയിപ്പോ ഇവള് പൊറ്റപ്പെട്ട് പണി പാളിന്ന് പറയ. ഒരു കണക്ക് ഞാൻ പറഞ്ഞ, ഞാൻ ഇപ്പോ ജിസ്മോളുടെ അടുത്തേക്ക് ഇപ്പോൾ കോഴിക്കോട് നിന്ന് വരികയാണെങ്കിൽ കൊയിലാണ്ട് എത്തിയിട്ടില്ല. ജിസ്മോളെ ഞാൻ കൊയിലാണ്ട് എത്തി ഇങ്ങോട്ട് കൂട്ടാൻ വരാമെന്നല്ല അറിയാം. ജിസ്മോളെ ഞാൻ കോഴിക്കോട് വരുന്നുണ്ട്, ഞാൻ ഇത്ര സമയം എത്തി ഒന്ന് വരണേ പറ്റുമോ? ഓ വരാലോ. വരുമോന്ന് ചോദിച്ചാല് ഇനി എത്തുമ്പോ എത്താൻ നേരത്തെ വിളിക്കുക, ഏകദേശം കൊയിലാണ്ട് എത്തുന്നതിന് മുമ്പ് വിളിക്കുന്നേ പറയൂ. ഇത് ഹലോ ഗൈസ്, ഞാനിതാ ഇപ്പൊ ലുലു ഹൈലൈറ്റ് മാളിലുണ്ട്. എന്നെ തല്ലാൻ വരുന്നത് തല്ല ഏത് ഞാൻ ഇവിടുന്ന് മാക്സിമം ചവിട്ടി പിടിച്ച് പോയാലും 1.5 മണിക്കൂർ എടുക്കും. പോട്ടെ, 1 മണിക്കൂർ എടുക്കും. രണ്ടാമത്തെ കാര്യം നല്ല തിരക്ക്. ഞാനൊരു ദിവസം പോയിട്ട് ഒരു 1/2 സെക്കൻഡ് എനിക്ക് നിൽക്കാൻ സമയം കിട്ടിയില്ല. ഞാൻ മാത്രമല്ല, എൻ്റെ അനിയനും പിന്നെ വാപ്പിക്ക് അരിയോടില്ല കാര്യം ശ്രീധരേട്ടനും ഇവരൊക്കെ മറ്റേ നായി പാചക ഞങ്ങളെല്ലാവരും പാചകം അമ്മാര് പാച്ചില്ല. കാരണം അമ്മാര് തിരക്കും സാധനം. ഒന്നാമത് മഴ ആയതുകൊണ്ട് അവിടെ സ്പേസിന്റെ ഒരു ചെറിയൊരു ഇതുള്ളതുകൊണ്ട് മഴയും എല്ലാം കൊണ്ടും ഞങ്ങൾ നല്ല പാച്ചിൽ പായുമ്പോൾ കണ്ട വേശിയൊക്കെ വേണ്ടിയിട്ട് ഞാനിതിപ്പം അയറ്റ് മടുപ്പുക. അത് ഞാൻ അടുക്ക് ഈ വീഡിയോ കാണണമെങ്കിൽ സ്വതവേ ആ ഒരു ഏരിയയിൽ അല്ല സമയമില്ലാത്ത ഒരാളായിരിക്കണം. ഇനിയിപ്പോ ഇവളാണെങ്കിൽ പോലും ഇവളും കണ്ടിട്ടുണ്ടാവില്ല അന്ന്. ഇവള് ഇട്ടത് ഇപ്പോ 3 മണിക്ക് 4 മണിക്കായിരിക്കും കണ്ടത് രാത്രി. ഇവളിപ്പോ പറഞ്ഞിട്ടല്ലോ. അപ്പൊ ഈ ഒരു സമയം കൊണ്ട് ഞാൻ ഫ്ലൈറ്റ് എങ്ങാനും വിളിച്ചു പോകും. ഞാൻ വേറൊരു ദിവസം പറയട്ടെ, തെരിത്തള്ള ഞങ്ങളുടെ മുമ്പിൽ വന്ന തല്ലൂന്ന് ഞങ്ങള് രണ്ടാളും പറഞ്ഞു. ഈ അക്കുഡേറ്റ് റോഡ് അക്കുഡേറ്റ് റോഡ് കയറിയിട്ട് ഒരു വാഹനമായിരിക്കും 60ന്റെ മേലോട്ട് പോയിട്ടുണ്ടാവുക. അത് ഈ തെരിത്തള്ളയുടേതാ. അമ്മാതിരി സ്പീഡിലൊന്ന് പോയി എന്നിട്ട് ഈ മച്ചി എടുത്തിട്ടു എന്തായി നീ തെരിത്തള്ളനെ തല്ലാഞ്ഞ് ഒന്ന് സ്ലോ ആക്കി തന്നാലെങ്കിൽ സ്ലോ ആക്കിയും വേണ്ട, ഒന്നാടാ നിർത്താണ്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ ആ റോഡിന് വരുന്ന നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്തോന്നെങ്കിലും കല്ലെങ്കിൽ എടുത്തെറിയാം. കല്ലോ അതുപോലെ ഞാനിവിടെ ഇതും അതേപോലെ. പിന്നെ മച്ചിയെ നീ കണ്ട വേശിയുടെ വർത്താനം കേട്ടിട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ നിന്റെ മുമ്പിൽ എവിടുന്നെങ്കിലും വെച്ച് കാണാണ്ട് നിൽക്കൂല. അത് ഉറപ്പിച്ചതാ. ഞാൻ എന്റെ ഓട്ടോ ചേട്ടൻ ഞാൻ കൈത്ത് നെരുക്കി പിടിച്ചേ ആ മയറിനാണെങ്കിലും ആരാണെങ്കിലും കിട്ടും. എനിക്കൊരു സെക്കൻഡ് കൊണ്ടാ. ഞാൻ ഇപ്പൊ ഹൈലൈറ്റ് മാളിലുണ്ട്. എന്നെ തല്ലണം എന്ന് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ. വാടാ തല്ലാൻ അടക്കെ അങ്ങനെ നിനക്ക് തല്ല് കിട്ടണം. എനിക്ക് ഞാൻ വരും വെല്ലുവിളി. അങ്ങനെ തല്ല് വേണമെങ്കിൽ ഞങ്ങളുടെ തള്ളക്ക് ഉണ്ടായതാണെങ്കിൽ വീടിന്റെ മുമ്പിൽ കൂട്ടി വന്നു ഒരു ചെരുപ്പ് എടി എന്റെ ചെരുപ്പ് ബാറ്റയാടി നിനക്ക് നല്ല. അപ്പൊ ഗൈസ് ഓവർ ഞങ്ങൾ സമയം മുഷിപ്പിക്കുന്നില്ല, കുറെ നേരമായി. അപ്പോ ആ വേശിക്കും ആ മച്ചി നായിന്റെ മോക്കും ഞാൻ പറയുന്നൊരു കാര്യം, മോളെ മച്ചിയെ അല്ലെങ്കിൽ തന്തയ്ക്ക് ഉണ്ടായതാണെങ്കിലും തള്ളയ്ക്ക് ഉണ്ടായതാണെങ്കിലും എങ്ങനെ ഉണ്ടായതാണെങ്കിലും എനിക്കൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് എനിക്കിപ്പോ പറയാൻ അറിയില്ല. അപ്പൊ ഞാർക്ക് ഉണ്ടായതാണെങ്കിലും നിങ്ങൾ പോന്നാ മതി. ഐ ആം വെയിറ്റിംഗ്. വീഡിയോ കട്ട് ചെയ്തിടുമ്പോ ഇത് എന്റെ അരുണേട്ടനാട്ടോ, അല്ല കട്ട് ചെയ്തിടാന് മച്ചി. അപ്പൊ മറ്റേ നിന്റെ അമ്മയ്ക്കോ അമ്മച്ചിയാ അമ്മച്ചി